നമസ്കാരം. തന്നെ തോൽപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട, അങ്ങനെ എൻ്റെ രക്തം കുടിച്ച് വളരാമെന്നൊന്നും ആരും കരുതേണ്ട. മാസപ്പടി കേസിൽ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തതിൽ തൻ്റെ പേര് രാഷ്ട്രീയ പ്രേരിതമായി മനഃപൂർവ്വം വലിച്ചിഴയ്ക്കുകയാണെന്നും അത് മനസ്സിലാക്കിയ പാർട്ടി പ്രതിരോധിക്കുന്നതിലും എന്താണ് തെറ്റെന്ന് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ. ബിനീഷിൻ്റെ കേസിൽ കോടിയേരിയെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ലെന്നും എന്നാൽ തൻ്റെ മകളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ എന്ന് എടുത്തു പറഞ്ഞാണ് വേട്ടയാടുന്നത്. മകളുടെ സ്ഥാപനത്തിന് നൽകിയത് കള്ളപ്പണമൊന്നുമല്ല, രേഖകൾ മുഖേന നൽകിയതാണ്. അതിന് നികുതിയും കൊടുത്തതാണെന്നും പിണറായി. CMRL നിന്നും പണം വാങ്ങിയവരുടെ പട്ടികയിൽ PV എന്നത് പിണറായി വിജയനല്ലേ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനായി ആ പാർട്ടിക്കുള്ളിലെ തന്നെ ചിലർ ഇതൊരു ചർച്ചയാക്കുകയാണെന്നും അത് താൻ അത്ര ഗൗരവമായി കാണുന്നില്ലെന്നും മാധ്യമങ്ങൾക്ക് തൻ്റെ രക്തമാണ് വേണ്ടതെങ്കിൽ അത് അത്ര വേഗം കിട്ടില്ലെന്ന് മനസ്സിലാക്കണമെന്നും മാത്രമല്ല കേസ് കോടതിയിലല്ലേ, അത് നടക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി പറയാമെന്നും പ്രതികരിക്കുകയുണ്ടായി പിണറായി. സർക്കാർ ജീവനക്കാർക്കെതിരെയും മുഖ്യൻ കടുത്ത വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ജീവനക്കാരിൽ ഒരു വിഭാഗത്തിന് അവരുടേതായ താല്പര്യമുണ്ടെന്നും ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കില്ലെന്ന വാശിയോടെ ഇരിക്കുന്ന ചില ദുർമുഖങ്ങൾ ഉണ്ടെന്നും തെറ്റായ പലതും നടത്തുന്നതിനോടാണ് ഇത്തരക്കാർക്ക് താല്പര്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടൻ ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ വേറൊന്നിൽ തിരിച്ചുവിടാൻ നമ്മുടെ മുഖ്യനോളം കഴിവ് വേറൊരു നേതാവിനുമില്ല. തൻ്റെ മകളുടെ പ്രശ്നത്തോടെ പത്രസമ്മേളനത്തിൽ അത്ര സജീവമല്ലായിരുന്ന പിണറായി താൻ ഇതൊന്നും വലിയ പ്രശ്നമായി എടുക്കുന്നില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. സമ്മേളനത്തിൽ ലഹരിയെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തു. ലഹരിയെക്കുറിച്ച് പറയുമ്പോഴും മദ്യനയത്തിൽ വമ്പൻ ഇളവുകളാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. മാസത്തിൽ 1-ാം തീയതി ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാനും ഡിസ്റ്റലറികളും ബ്ലൂവറികളും തുടങ്ങാനും കള്ള് ബോട്ടിലാക്കി കയറ്റുമതി ചെയ്യാനും അനുമതി നൽകിയിരിക്കുന്നു. ലഹരിക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളും, വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകും എന്നൊക്കെ പറഞ്ഞത് ഇതിനായിരുന്നോ സർക്കാരെ?